ആദ്യത്തെ ചോദ്യം, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ അതായത് LPGയിലെ മുഖ്യ ഘടകം ഏത്? പ്രൊപ്പൈൻ, പെന്റൈൻ, ഹെക്സൈൻ, ബ്യൂട്ടൈൻ. ആൻസർ ബ്യൂട്ടൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹ മൂലകം ഏത്? ഓപ്ഷൻസ്: സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം. ആൻസർ എ, സോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ആൻസർ സി, ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആസിഡുകളുടെ പൊതുഘടകം ഏത്? നൈട്രജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, സൾഫർ. ആൻസർ ബി, ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആര്? റോബർട്ട് ബോയിൽ, ലാവോസിയ, പ്രഫുല്ല ചന്ദ്ര റേ, ജോൺ ഡാൾട്ടൺ. ആൻസർ ലാവോസിയ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് തന്മാത്രാ സൂത്രം. ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. ബി 1, 2 എന്നിവ, സി 1, 2, 4 എന്നിവ, ഡി 2, 3, 4 എന്നിവ. ആൻസർ സി ആണ്, 1, 2, 4 എന്നിവ. 1 ഏതാണ്? ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഏത്? തന്മാത്ര. പിന്നെ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് തന്മാത്ര സൂത്രം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ആറ്റം ജോൺ ഡാൾട്ടൺ, ഇലക്ട്രോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, പ്രോട്ടോൺ JJ തോംസൺ. ഏതായിരിക്കും തെറ്റായ ജോഡി എന്ന് പറയുന്നത്? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്, അത് ശരിയാണ്. പിന്നെയോ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണോ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് അല്ല. ആരായിരിക്കും ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ആരാണ്? JJ തോംസൺ ആണ് അല്ലെ, ജോസഫ് ജോൺ തോംസൺ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഇതാണ് കേട്ടോ. ഇനി അടുത്തത് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് തന്നെയാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ ആണോ? അല്ല. ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായിട്ട് കൊടുത്തിരുന്നത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസണും പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡും ആണ്. ആറ്റം ജോൺ ഡാൾട്ടൺ ആണ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഭൗതിക മാറ്റമാണ്, താപനിലയിലെ മാറ്റം മാത്രമാണ്, രാസമാറ്റമാണ്, അറ്റോമിക ഘടനയിലെ മാറ്റമാണ്. ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്, രാസമാറ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ മുഴകളിൽ കാണുന്ന ബാക്ടീരിയയാണ് ഡാഷ്. അസറ്റോബാക്ടർ, ഈക്കോളി, റൈസോബിയം, പെനിൻസിലിയം. ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്, റൈസോബിയം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. ജീവദ്രവ്യം ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന്? ഓപ്ഷൻസ് 1, 3 എന്നിവ, 1, 2 എന്നിവ, 2, 3 എന്നിവ, 1, 2, 3 എന്നിവ. ഏതായിരിക്കും ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. അതായത് തന്നിരിക്കുന്ന പ്രസ്താവന എല്ലാം തന്നെ
ശരിയാണ്.